ഇന്ന് അവനെ അങ്ങ് കുളിപ്പിച്ചേക്കാന്ന് വെച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വാഴത്തോട്ടത്തിൽ കൂടെ നടന്നപ്പോൾ അതിൻ്റെ അകത്ത് വളവിട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഈ എല്ലുപൊടിയില്ലേ. അപ്പോൾ അവനെ അതിൻ്റെ അകത്തോടെ കിടന്നങ്ങ് ഉരുണ്ട് മറിഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് ആദ്യം പിടുത്തം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ്റെ മേത്തൊരു സ്മെല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് പുള്ളി പറഞ്ഞ പകലവർ വളവിട്ടായിരുന്നു എന്ന് പറഞ്ഞു. എല്ലുപൊടിയാണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എല്ലാം പട്ടി മൃഗങ്ങളും അതെ കേട്ടോ, അതായത് പട്ടിയൊക്കെ അതെ കേട്ടോ. ഈ എല്ലുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് അവർ മൂക്കിട്ട് ഒരുമലും ഉരുളലും ഒക്കെ ഉണ്ട് കേട്ടോ, പതിവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കുളിപ്പിച്ചേക്കാൻ അവളെ ആദ്യം കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനെയും കുളിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ ഇവന് ഉപയോഗിക്കുന്ന ഇപ്രാവശ്യം ഉപയോഗിച്ചേക്കുന്ന ഹിമാലയയുടെ ഷാമ്പു കേട്ടോ, ഹെർബൽ ഷാമ്പു ആണേ ഉപയോഗിക്കുന്നത്. മാറി മാറി ഇന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും മിക്കവാറും ഇങ്ങനെ ഹെർബൽ പ്രോഡക്റ്റ് ആയിരിക്കുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവനെ കുളിപ്പിക്കുന്ന ഭാവമാട്ടോ. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കുളിക്കാനായിട്ട്, കാരണം അതങ്ങനെയാണ്. എന്നാൽ തോർത്താന്നേരം അവനെ അടുത്തോട്ട് വിളിച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ അടുത്തോട്ട് വരും, കാരണം കുളിയെല്ലാം ഒന്ന് കഴിഞ്ഞല്ലോ, ഇനി തോർത്തി എന്നെ പുറത്ത് വിടാമല്ലോ എന്ന് ഓർത്തോണ്ട് അതങ്ങ് അനുസരിച്ചോളൂ കേട്ടോ. അപ്പം അതിലിപ്പോൾ അവൻ്റെ രോമം പൊഴിയുന്ന സമയം കേട്ടോ. നമ്മുടെ എല്ലാ ഡോഗ്സിനും അതെ കേട്ടോ, രോമം പൊഴിയുന്നൊരു സമയമുണ്ട്. ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണയൊക്കെ പൊഴിയും. ഇവൻ്റെ ഇപ്പോൾ രോമം പൊഴിയുന്നതായിട്ട് ഇവനെ വണ്ടിയിലെങ്ങും പുറത്തോട്ട് കൊണ്ടുപോകുന്നില്ല. അതിൻ്റെയൊക്കെ മൂടൗട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മിന്നിച്ച് വന്ന് പുറത്തോട്ടൊക്കെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നായിരുന്നു. അപ്പം മുഴുവൻ വണ്ടിക്കകത്ത് രോമാവുന്നുള്ളതുകൊണ്ട് ജസ്റ്റ് അവനെ ഒന്ന് കയറ്റിയിട്ട് ആ കൊതി മാറ്റിയും ഇറക്കുകയൊക്കെ കേട്ടോ ചെയ്യണത്. അപ്പം ഒത്തിരി പേര് ചോദിച്ചു ഇവനെ എന്തുകൊണ്ടാണ് പുറത്തിറക്കാത്ത, സിറ്റൗട്ടിൽ ഇരുന്നോളൂല്ല എന്നൊക്കെ. ഇവനങ്ങനെ ഇരിക്കുന്നതിന് തന്നെ നമുക്ക് പകൽ ഇവനെ അങ്ങനെ പുറത്തു വിടാൻ പറ്റത്തില്ല, ലീഷയിലല്ലാതെ കേട്ടോ. ലീഷയിലല്ലാതെ ഫ്രീ ആയിട്ട് അവനെ വെളുപ്പിന് ഒരു 4 മണി 4:30 ആകുമ്പോൾ എണീറ്റ് ഞങ്ങൾ പുറത്തു വിടും. അവനൊന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവനിങ്ങ് വന്നോളൂ കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ ഒന്ന് ഓടിക്കാനൊക്കെ ഒരു ചാൻസ് അവന് ഇച്ചിരി കൂടുതലാട്ടോ. കാരണം അവന് ഈ വീട്ടിലെ വലിയ ഹീറോയാണ് അവന്, മനസ്സിലായോ? കാരണം അവൻ നോക്കുമ്പം അവൻ ഈ വീട്ടിൽ രാജകീയമായ സൗകര്യങ്ങളാണ് 2 പേർക്കും ഉള്ളത്. അന്നേരം ഇവർക്ക് വേറൊരാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് വാലാട്ടിയാൽ ഇവനൊരു മനുഷ്യരെ നോക്കി ചിരിക്കത്തില്ലാത്തൊരു സാധനം കേട്ടോ. അപ്പം ഇവനെ അവരെ പേടിപ്പിക്കാനേ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഇവനെ അറിയാം, ഇവനെ ഇച്ചിരി ടെററല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഈ വലുപ്പത്തിലൊന്നും അല്ല കാര്യം, ഇവർ ഭയങ്കര അഗ്രസീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെളുപ്പിനെ മാത്രമേ ഇവനെ ഫ്രീ ആയിട്ട് വിടുകയുള്ളൂ. അതും 2 പേരും ഒന്നിച്ചും വിടത്തില്ല കേട്ടോ, ഒറ്റയ്ക്കേ വിടുള്ളൂ. അല്ലെങ്കിൽ 2 കൂടെ വർത്താനം പറഞ്ഞ് അങ്ങ് വിട്ടു പോകും കേട്ടോ. അതുകൊണ്ട് ഇവനെ ആദ്യം വിടും. അത് കഴിഞ്ഞപ്പോൾ അവൾ എപ്പം വേണേലും പുറത്തു വിട്ടാലും അവൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. അവൾ ആരെയും അങ്ങനെ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ചില പിള്ളേരൊക്കെ വരുമ്പോൾ പേടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ ഓടിക്കും കേട്ടോ. അപ്പോൾ അവനെ പകല് ലീഷയിൽ ഒരു 2-3 തവണ ഞാനങ്ങ് കൊണ്ടുപോയേക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ കുളിപ്പീര് കഴിഞ്ഞപ്പോഴത്തെ ഈ പിണക്കാട്ടോ ഈ കാണുന്നത്. ഇന്നത്തെ ദിവസം ഇനി അപ്പൻ്റെ പുറകെ നിന്ന് മാറൂല്ലേ, അത്രയും സങ്കടമാണ്. കാരണം അവന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണത്തിലൊന്നാണ് ഈ കൊഴുക്കട്ട. അതിൻ്റെ അകത്തെ മധുരമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ എടുത്തു കൊടുത്തിട്ടും അവൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇനി വേണ്ടാന്ന് പറഞ്ഞ് ആദ്യം തിരസ്കരിച്ചതല്ലേ, ഇനി എങ്ങനെയാണ് കഴിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അവിടെ തലയൊക്കെ പൂഴ്ത്തി കിടക്കുക കേട്ടോ. അപ്പം നിർബന്ധിച്ചു, അവൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അവളാണെങ്കിൽ മണ്ടയിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. 2 പേര് 2 സമയത്ത് വന്ന് അതും കാല് പിടിച്ച് ഞാൻ ഭക്ഷണം കഴിപ്പിക്കും കേട്ടോ ചെയ്ത് കേട്ടോ. പിണക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇവരുടെ കാര്യത്തിൽ. അപ്പം പപ്പ എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ പാവ അങ്ങനെ പമ്മി കൊടുക്കെടുക്കുക. ഈ പപ്പ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പാത്തിരുന്ന എന്നെ കാണിച്ചു കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവിടെ അവൻ്റെ ആ നോട്ടം കണ്ടാകുന്നത്. അപ്പം വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാട്ടോ അവനൊരു സമാധാനമായത്. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമെന്നറിയാവേ. എന്നിട്ട് അവനവിടെ പമ്മി കൂടി കിടന്നു എന്നുള്ള മനസ്സിലായോ. ഇന്നത്തെ ദിവസത്തെ ഒരു പിണക്കം, അതൊരു ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ. അവളും മണ്ടേ ബാൽക്കണി ഇരിപ്പുണ്ട്, അവൾ ഇതിരി ചോറ് കൊണ്ടിട്ട് പോയി കിടന്ന കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം കിടക്കാറാകുമ്പോൾ ഇറങ്ങി വരും കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.